നമസ്കാരം. ലൂക്ക മോഡ്രിച്ച്, താങ്കൾക്ക് നിറഞ്ഞ കയ്യടി. 100 മിനിറ്റിലേറെ സമയം കളിക്കളത്തിൽ വീഴാതെ അടരാടിയതിന്. പോർച്ചുഗലുമായുള്ള കളിയിലെ കണക്കുകളിൽ നിങ്ങൾ അല്പം പിറകിലായിരിക്കാം. 60.5% സമയത്തും പന്ത് ക്രിസ്ത്യാനോയുടെയും കൂട്ടരുടെയും കയ്യിലായിരുന്നു. നിങ്ങൾക്ക് 39.5% സമയത്തെ പന്ത് കയ്യിലുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും നിങ്ങൾ അത്ഭുതങ്ങൾ കാട്ടി. 15 ഷോട്ടുകൾ പറങ്കിപ്പട ഉതിർത്തപ്പോൾ 13 എണ്ണവുമായി നിങ്ങൾ തകർപ്പൻ മറുപടി നൽകി. CR7ന്റെ നേതൃത്വത്തിലുള്ള പുകൾപെറ്റ പോർച്ചുഗൽ മുന്നേറ്റ നിര 3 ഷോട്ടുകൾ മാത്രമാണ് ഗോളിലേക്ക് പായിക്കാൻ ശ്രമിച്ചത്. എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എണ്ണം പറഞ്ഞ 6 ഷോട്ടുകളുണ്ട്. നിങ്ങൾക്കത് അഭിമാനിക്കാൻ വക നൽകുന്നത് തന്നെയാണ്. അവസാന നിമിഷത്തിൽ വാർ ചെക്കിങ്ങിൽ ഒരു ഗോൾ നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കളിയുടെ ഫലം തന്നെ ചിലപ്പോൾ മറ്റൊന്നായേക്കാം. ആദ്യ പകുതിയിലെ പ്രതിരോധം മറന്ന് രണ്ടാം പകുതിയിൽ ആക്രമണത്തിന് നിങ്ങൾ മുൻതൂക്കം നൽകി. ആ ശ്രമങ്ങൾ ഫലം കണ്ടു. 53-ാം മിനിറ്റിൽ പെരിസിച്ച പോർച്ചുഗലിന്റെ വലകുലുക്കി. 65-ാം മിനിറ്റിലെ പെനാൽറ്റിയാണ് കളിയുടെ ഗതി മാറ്റിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോ അനായാസേന ആ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ചു. മത്സരം സമനിലയിലേക്ക് നീങ്ങി. എന്നിട്ടും നിങ്ങൾ തളർന്നില്ല. കളി തിരിച്ചുപിടിക്കുവാൻ മികച്ച ഫുട്ബോൾ തന്നെ കാഴ്ചവെച്ചു. അവസാന 15 മിനിറ്റിൽ 72.73% പന്തിന്റെ കൈയടക്കം നിങ്ങൾക്കായിരുന്നു. എന്നാൽ ഇഞ്ചുറി ടൈമിലെ 4-ാം മിനിറ്റ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മേൽ പകരക്കാരനായി എത്തിയിരുന്ന ഗോൺസാലോ റാമോസ് ഒരു ഹെഡർ പായിച്ചു. വിധി നിർണയിച്ച ഗോൾ. ഇഞ്ചുറി ടൈമിൽ അവസാന നിമിഷം നിങ്ങൾ സമനില നേടിയതാണ്. സ്റ്റേഡിയം നിങ്ങൾക്കായി ആർത്തു വിളിച്ചതാണ്. പക്ഷെ വാർ പരിശോധനയിൽ അത് ഓഫ്സൈഡിൽ കുരുങ്ങിപ്പോയി. നിങ്ങൾ മാത്രമല്ല, കണ്ടിരുന്നവരെല്ലാം നിരാശരായിട്ടുണ്ടാകും. അത്രയും വീറുറ്റ പോരാട്ടമാണ് നിങ്ങൾ നടത്തിയത്. ക്രൊയേഷ്യയുടെ ധീരനായക ലൂക്ക മോഡ്രിച്ച്, കണ്ണീരിനിടയിലും നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ മടങ്ങുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ നോക്കൌട്ട് റൗണ്ടിൽ നിങ്ങൾ ആദ്യമായി സ്കോർ ചെയ്തിരിക്കുന്നു. നോക്കൌട്ടിൽ നിന്നും പ്രീ ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു. പ്രീ ക്വാർട്ടറിൽ സ്പെയിനാണ് നിങ്ങളുടെ എതിരാളികൾ. നിസ്സാരക്കാരല്ല. എതിരില്ലാത്ത 3 ഗോളിന് ഓസ്ട്രിയയെ വീഴ്ത്തിയാണ് സ്പെയിൻ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചത്. ഒയർസബാലിന്റെ ഇരട്ട ഗോളും പെഡ്രോ പെറയുടെ ഗോളുമാണ് സ്പെയിനിന് വിജയം സമ്മാനിച്ചത്. സ്പെയിനിന്റെ സമ്പൂർണ്ണ ആധിപത്യം കണ്ട മത്സരമായിരുന്നു അത്. ജൂലൈ 7-ന് പുലർച്ചെ 12:30-നാണ് പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രീ ക്വാർട്ടറിലെ ഏറ്റവും വീറുറ്റ പോരാട്ടമായിട്ടാണ് ഈ മത്സരത്തെ ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. ലോകകപ്പ് നേടാൻ ഉയർന്ന സാധ്യതയുള്ള 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടം. റൊണാൾഡോ പക്ഷേ ഈ കളി മതിയാവില്ല. നന്ദി, നമസ്കാരം.